ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 61. അസൗ നാസാ വംശഃ തുഹിനഗിരിവംശധ്വജപടീ ത്വദീയോ നേദീയഃ ഫലതു ഫലമസ്മാകമുചിതം വഹത്യന്തർമുക്താഃ ശിശിരകരനിശ്വാസഗളിതം സമൃദ്ധ്യാ യത്താസാം ബഹിരപി ച മുക്താ മണിധരഃ. ശ്രീ പരമേശ്വരിയുടെ നാസാഭരണത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഈ ശ്ലോകം. മുളകളുടെ ഉള്ളിൽ മുത്തുകളുണ്ടെന്നുള്ളത് പ്രസിദ്ധമാണ്. അങ്ങനെ മുത്തുകൾ നിറഞ്ഞ മുളങ്കോലിനോട് ഉപമിക്കുകയാണ് നിന്തിരുവടിയുടെ നാസിക. അല്ലയോ ഹിമാചല കുലപതാകയായ പരമേശ്വരി എന്നാണ് നിന്തിരുവടിയെ ഇവിടെ സംബോധന ചെയ്യുന്നത്. ഹിമഗിരി കുലത്തിൻ്റെ നെറുകയിൽ അഭിമാനമായി ഉയർന്നു പറക്കുന്ന പതാകയാണ് നിന്തിരുവടി എന്ന് പറയുന്നു. അതായത് ഹിമവാന്റെ പുത്രിയായ ശ്രീ പാർവതീദേവി ആ വംശത്തിൻ്റെ ഏറ്റവും ശ്രേയസ്കരമായ, ഏറ്റവും ഔന്നത്യമാർന്ന, ആ കുലത്തിൻ്റെ ഐശ്വര്യവും സൗഭാഗ്യവുമായ, മറ്റാരോടും ഉപമിക്കാനാവാത്ത വിധം മഹിമയേറിയ അനുഗ്രഹവർഷമാണ് നിന്തിരുവടി. ആ നിന്തിരുവടിയുടെ നാസിക ഹിമഗിരി കുലത്തിനു മുകളിലെ പതാകയുടെ വംശദണ്ഡമാണെന്ന് പറയുന്നു. ഈ നാസികയാകുന്ന വംശദണ്ഡത്തിനുള്ളിൽ ധാരാളം മുത്തുകൾ നിറഞ്ഞിരിക്കുന്നു. നിന്തിരുവടിയുടെ വാമനാഡീമാർഗത്തൂടെ ചരിക്കുന്ന ചന്ദ്രൻ്റെ വേഗത്താൽ ഈ അധികമായ മുത്തുകളിൽ ഒന്ന് പുറത്തേക്ക് തെറിച്ചു വന്ന് നിന്തിരുവടിയുടെ വാമനാസികാഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. നിന്തിരുവടി തൻ്റെ നാസികയുടെ ഇടത് അഗ്രത്തിൽ അണിഞ്ഞ നാസാഭരണത്തെയാണ് ഇവിടെ കവി ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. അല്ലയോ ഹിമാചല കുലപതാകയായ പരമേശ്വരി, നിന്തിരുവടിയുടെ നാസികയാകുന്ന ഈ വംശദണ്ഡം ഞങ്ങൾക്ക് അതിവേഗം ഫലത്തെ തരുമാറാകട്ടെ എന്നും പറയുന്നു. അസൗ നാസാ വംശഃ തുഹിനഗിരിവംശധ്വജപടീ ത്വദീയോ നേദീയഃ ഫലതു ഫലമസ്മാകമുചിതം വഹത്യന്തർമുക്താഃ ശിശിരകരനിശ്വാസഗളിതം സമൃദ്ധ്യാ യത്താസാം ബഹിരപി ച മുക്താ മണിധരഃ. ശ്ലോകം 62. പ്രകൃത്യാ രക്തായാഃ തവ സുദതിദന്തച്ഛദരുജേഃ പ്രവക്ഷ്യേ സാദൃശ്യം ജനയതു ഫലം വിദ്രുമലതാ ന ബിംബം തദ്ബിംബപ്രതിഫലനരാഗാദരുണിതം തുലാമധ്യാരോഢും കഥമിവ വിലജ്ജേത കലയാ. ശ്രീ മഹാദേവിയുടെ അധരഭംഗിയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അല്ലയോ അതീവ സുന്ദരിയായ മഹാദേവി പരമേശ്വരി, അങ്ങയുടെ അധര സൗന്ദര്യത്തെ എന്തിനോട് ഉപമിക്കാനാണ്? ചുവന്ന നിറത്തോടുകൂടിയ തൊണ്ടിപ്പഴത്തോട് ഉപമിക്കാനാവില്ല എന്നാണ് പറയുന്നത്. കാരണം അമ്മയുടെ അധരകാന്തി പ്രതിഫലിച്ചാണ് അവ ചുവന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തൊണ്ടിപ്പഴത്തിൻ്റെ ചുവന്ന നിറത്തോട് നിന്തിരുവടിയുടെ അധരകാന്തിയെ സദൃശ്യപ്പെടുത്താൻ എങ്ങനെ സാധിക്കും? നിന്തിരുവടിയുടെ അധരകാന്തിയെ സാദൃശ്യം ചെയ്യണം എങ്കിൽ പവിഴക്കൊടി ഫലത്തെ ജനിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. പവിഴക്കൊടിയുടെ വള്ളികൾക്ക് പോലും ചുവന്ന നിറമാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ
അവയിൽ നിന്നുണ്ടാകുന്ന ഫലത്തിന് എത്ര ചുവപ്പ് നിറമുണ്ടാകും. അങ്ങനെ പവിഴക്കൊടി ഫലമണിയുമ്പോൾ അതിനോട് നിന്തിരുവടിയുടെ അധരത്തെ സാദൃശ്യം പറയാം എന്ന് കവി പറയുന്നു. മറ്റൊന്നിനോടുപോലും ഉപമിക്കാനാവില്ല തന്നെ. കാരണം അത് നിന്തിരുവടിയുടെ ചുണ്ടുകൾക്ക് ലജ്ജാവഹമായിത്തീരും എന്ന് തന്നെ. പ്രകൃത്യാ രക്തായാഃ തവ സുദതിദന്തച്ഛദരുചേഃ പ്രവക്ഷ്യേ സാദൃശ്യം ജനയതു ഫലം വിദ്രുമലതാ ന ബിംബം തദ്ബിംബപ്രതിഫലനരാഗാദരുണിതം തുലാമധ്യാരോഢും കഥമിവ വിലജ്ജേത കലയാ. ശ്ലോകം 63. സ്മിതജ്യോത്സ്നാജാലം തവ വദനചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീത് അതിരസതയാ ചഞ്ജുജഡിമാ അധസ്തേ ശീതാംശോഃ അമൃതലഹരീമാംളരുചയഃ പിബന്തി സ്വച്ഛന്ദം നിശി നിശി ഭൃശം കാഞ്ചികധിയാ. അമ്മയുടെ മന്ദഹാസമാധുര്യത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അല്ലയോ മഹാദേവി, നിന്തിരുവടിയുടെ മുഖചന്ദ്രനാകുന്ന ചന്ദ്രികാ സമൂഹത്തിൽ വിടരുന്ന മന്ദഹാസമാകുന്ന അമൃതപ്രവാഹത്തെ നിരന്തരം പാനം ചെയ്ത ചകോര പക്ഷികൾക്ക് അവയുടെ നാവ് രസമില്ലാതെ ഉണർച്ചയില്ലാതെ ആയി മാറുന്നു. അധികമായി മധുരം കഴിച്ചാൽ ഏവർക്കും ഉണ്ടാകുന്ന ഒരു തരം നാവിൻ്റെ ചെടിപ്പ്, അതാണിവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചന്ദ്രൻ്റെ തണുത്ത രശ്മികൾ അമ്ലരുചിയുള്ള അമൃതപ്രവാഹമാണെന്നു പറയുന്നു. അമ്മയുടെ മുഖാമൃത മധുരപാനത്താൽ മത്തരായ ചകോരങ്ങൾ തങ്ങളുടെ നാവിന് ഉണർച്ചയുണ്ടാവാൻ വേണ്ടി ശീതകിരണൻ്റെ അമ്ലരുചിയുള്ള അമൃതപ്രവാഹം രാത്രി തോറും ഇഷ്ടം പോലെ പാനം ചെയ്യുന്നു എന്നു പറയുന്നു. ഇങ്ങനെ അതീവ മാധുര്യമേറിയ അമ്മയുടെ മന്ദഹാസം നമ്മളെ ഏവരെയും അനുഗ്രഹവർഷം ചൊരിയട്ടെ. സ്മിതജ്യോത്സ്നാജാലം തവ വദനചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീത് അതിരസതയാ ചഞ്ജുജഡിമാ അധസ്തേ ശീതാംശോഃ അമൃതലഹരീമാംളരുചയഃ പിബന്തി സ്വച്ഛന്ദം നിശി നിശി ഭൃശം കാഞ്ചികധിയാ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.